സ്ട്രേഞ്ചർ തിങ്സിൻ്റെ കഥ നടക്കുന്നത് 1980s ഇന്ത്യാനയിലുള്ള ഹോക്കിൻസ് എന്ന ടൗണിലാണെങ്കിലും എല്ലാത്തിൻ്റെയും തുടക്കം 1950s മറ്റൊരു ലോകത്ത് ഗാലു എന്ന എൻറ്റിറ്റി പടപ്പുറപ്പാടിന് ഒരുങ്ങുമ്പോൾ ഇവിടെ ഹോക്കിൻസിലേക്ക് പുതുതായി താമസത്തിന് വരുന്ന ഒരു ഫാമിലി, വിക്ടർ ക്രീലും കുടുംബവും വന്ന് ഒരു മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വന്തം കുടുംബത്തെ നീചമായി കൊന്നു തള്ളിയതിൻ്റെ പേരിൽ ഈ വിക്ടർ അന്ന് മുതൽ ഇപ്പോഴത്തെ 80 കാലഘട്ടം വരെ ജയിലിൽ കഴിയുവാണ്. എന്നാൽ വിക്ടർ ഇപ്പോഴും അവകാശപ്പെടുന്നത് തൻ്റെ കുടുംബത്തെ കൊന്നത് ഒരു ഡീമണാണെന്നാണ്. എന്നാൽ ആ കറുത്ത ദിനത്തിൽ ഇയാളുടെ മകൻ ഹെൻറി മരിച്ചിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഹെൻറി തന്നെയായിരുന്നു സ്വന്തം അമ്മയും പെങ്ങളെയും കൊടൂരമായി കൊന്ന ആ ക്രൂരതയ്ക്ക് പിന്നിൽ. നെവാഡ എന്നൊരു സ്ഥലത്ത് നിന്ന് ഹോക്കിൻസിലേക്ക് ഈ കുടുംബം വന്നതിൻ്റെ കാരണമേ ഹെൻറി ആയിരുന്നു. മനുഷ്യരെ വെറുക്കുന്ന പ്രത്യേക സ്വഭാവമുള്ള അവനെ അവിടുന്ന് മാറ്റിയാലും നന്നാവുന്ന പ്രതീക്ഷയിൽ കൊണ്ടുവന്നതാണ്. ഹെൻറിക്കുള്ളിൽ പ്രകടമായ പ്രത്യേകതരം സൈക്കിക് എബിലിറ്റീസിലൂടെ അവൻ ചെയ്തു തുടങ്ങിയ അക്രമങ്ങൾ വിക്ടറേയും കുടുംബത്തെയും ഭീതിയിലാഴ്ത്തിയത് മൂലം ഹോക്കിൻസിലേക്ക് മാറേണ്ടി വന്നത് അവസാനിച്ചതോ ഈ ട്രാജഡിയിലും. വിക്ടർ തന്നെ മകൻ മരിച്ചെന്ന് തന്നെയായിരുന്നു കരുതിയത്. എന്നാൽ ഹെൻറി ഒരു കോമ സ്റ്റേജിലായിരുന്നു. ഹോക്കിൻസ് ടൗണിലുള്ള നാഷണൽ ലാബിലേക്ക് അവനെ മാറ്റിയപ്പോൾ അത് ഡോക്ടർ മാർട്ടിൻ ബ്രന്നർ എന്നൊരു സയൻറ്റിസ്റ്റിൻ്റെ ബുദ്ധിയായിരുന്നു. ഉദ്ദേശം അയാൾ കുട്ടികളെ വെച്ച് നടത്താൻ തുടങ്ങിയ ചില നിയമപരമല്ലാത്ത പരീക്ഷണങ്ങളും. ഹെൻറി നമ്പർ 1 എന്ന് ലേബൽ ചെയ്ത ആദ്യ പരീക്ഷണ വസ്തുവായി മാറ്റി ഈ ഡോക്ടർ മാർട്ടിൻ അവനിലുള്ള ആ സൈക്കിക് എബിലിറ്റി അടക്കാനായിട്ട് ഒരു ചിപ്പ് കഴുത്തിലേക്ക് ഘടിപ്പിച്ചു. അങ്ങനെ 50s എക്സ്പെരിമെൻറ്റ്സ് കാലാകാലങ്ങളായി തുടർന്ന് ഹെൻറിയുടെ ഈ പവർ മറ്റു കുട്ടികളിലേക്കും പകരാനായി പിൽക്കാലത്ത് മാർട്ടിൻ പല കുട്ടികളെയും ലാബിലേക്ക് എത്തിച്ചു. ഒരു 17 പേരെങ്കിലും കുറഞ്ഞത് ഈ പരീക്ഷണം നടത്തി വന്നപ്പോൾ അതിലെ ഒരു പെൺകുട്ടിയായിരുന്നു എലവൺ. ഹെൻറി നമ്പർ 1 എന്ന പോലെ എലവണായി ഇവിടെ 1971 ജനിച്ചധികം വൈകാതെ തന്നെ മാർട്ടിൻ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. മാർട്ടിൻ്റെ മേൽനോട്ടത്തിൽ CIA നടത്തിവരുന്ന മൈൻഡ് കൺട്രോൾ പ്രോജക്റ്റായ MK അൾട്രയിലെ ഒരു പരീക്ഷണ വസ്തുവായിരുന്നു എലവണിൻ്റെ അമ്മ. അങ്ങനെ 1979 ഒരു സമയത്ത് ഈ ഹെൻറി ഇവിടുന്ന് എല്ലാവർക്കും രക്ഷപ്പെടാമെന്ന് കൺവിൻസ് ചെയ്ത് എലവണിൻ്റെ പ്രത്യേക കഴിവായ സൈക്കോകാറ്റിക് എബിലിറ്റി വെച്ച് ആ കഴുത്തിലെ ചിപ്പ് റിമൂവ് ചെയ്യിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഹെൻറി ചെയ്തതോ അവിടെ ഉണ്ടായിരുന്ന ടെസ്റ്റ് സബ്ജക്റ്റായ കുട്ടികളെല്ലാം കൊന്നിട്ട് മനുഷ്യവിദ്വേഷിയെ അവനോടൊപ്പം കൂടാൻ എലവനോട് ആവശ്യപ്പെട്ടു. എന്നാൽ എലവൺ അവളുടെ സ്വന്തം പവർ ഉപയോഗിച്ച് അത്ഭുതകരമായി ഹെൻറിയെ കീഴ്പ്പെടുത്തി മറ്റൊരു ഡൈമെൻഷനിലേക്ക് അയച്ചു. ഇതിൻ്റെ ഫലമായി അവൾക്ക് പല ഓർമ്മകളും നഷ്ടപ്പെട്ടപ്പോൾ ഹെൻറി ആകട്ടെ പുതിയ ഡൈമെൻഷനിലായി വെക്ന എന്നൊരു മോൺസ്റ്ററായി മാറി. ഡൈമെൻഷനിൽ പുതിയൊരു നീച ലോകം തന്നെ ഈ രാക്ഷസൻ പടുത്തുയർത്താൻ തുടങ്ങിയപ്പോൾ മാർട്ടിൻ പരീക്ഷണങ്ങൾ എലവനിലായി തുടർന്നുകൊണ്ടേയിരുന്നു. 81 ഇങ്ങനെ എക്സ്പെരിമെന്റ് നടക്കവേ ഇവിടെ ഒരു വികൃത രൂപിയായ സത്വവുമായി സൈക്കിക് കോണ്ടാക്റ്റിലൂടെ മറ്റൊരു ഡൈമെൻഷനിലെ പോർട്ടൽ ലാബിൻ്റെ ബേസ്മെൻറ്റിലായി തുറക്കപ്പെട്ടു. കൂട്ടുകാരുമൊത്ത് പാമ്പും കോണിയും പോലത്തെ ബോർഡ് വെച്ച് കളിക്കുന്ന ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് ഗെയിം കളിച്ച് രാത്രി വീട്ടിലേക്ക് മടങ്ങുന്ന 12 വയസ്സുള്ള ചെക്കൻ വിൽ ബയേഴ്സ് ഈ പുറത്തേക്ക് എത്തിപ്പെട്ട മോൺസ്റ്ററിനെ നേരിടേണ്ട സാഹചര്യമുണ്ടായി. അവൻ ഈ സത്വത്തിൻ്റെ ഡൈമെൻഷനിലേക്കായി പെട്ടുപോകുന്നു. വില്ലിന് ഒരു ചേട്ടനുണ്ട്, ജൊനാഥൻ. അവൻ്റെ അമ്മ ജോയ്സ്. മകനെ കാണുന്ന റിപ്പോർട്ട് ചെയ്യുന്നത് ലോക്കൽ പോലീസ് ചീഫായ ജിം ഹോപ്പറിനടുത്താണ്. ഈ ജിം ഹോപ്പറാണെങ്കിൽ ഒരു പ്രത്യേക സ്വഭാവമുള്ള പോലീസുകാരന്. അങ്ങനെ ജോയ്സിന് പല സ്ട്രേഞ്ച് ഫോൺ കോൾസും വന്നു തുടങ്ങുമ്പോൾ അവരാകട്ടെ അത് വിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് കരുതി തുടങ്ങി. അവൻ ലൈറ്റ് ബൾബിലൂടെ എന്തോ പറയാൻ ശ്രമിക്കുന്ന പോലെ ചിന്തയൊക്കെ വന്ന് ഒടുവിൽ ക്രിസ്മസ് ലൈറ്റ്സും ഭിത്തിയിൽ അക്ഷരങ്ങൾ എഴുതിയുമൊക്കെ ഓയിജോ ബോർഡ് പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വഴി ഒരുക്കുന്നു. വില്ലിൻ്റെ ആ കൂട്ടുകാർ മൈക്ക്, ആഫ്രിക്കൻ അമേരിക്കനായ ലൂക്കസ്, ഡസ്റ്റിൻ എന്നിവർ അവനെ തിരക്കി ഇറങ്ങുന്നതിലും മുന്നിൽപ്പെടുന്നത് എലവണാണ്. ലാബിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ അവളെ അങ്ങനെ കൂട്ടത്തിലെ മൈക്കിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കംഫർട്ടാക്കി വിവരം അന്വേഷിക്കുമ്പോൾ അവളെ കുറേ മോശം ആൾക്കാർ പിടിക്കാൻ നടക്കുകയാണെന്ന് അറിയിക്കുന്നു. വില്ലിൻ്റെ ഫോട്ടോ കണ്ട് അവൾക്കറിയാമെന്ന് പറയുന്നതിന് പിറകെ ഇടഞ്ഞു നിൽക്കുന്ന ചെക്കന്മാരെ അവളുടെ ടെലികൈനറ്റിക് പവർ കാട്ടി വില്ലിനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയും തനിക്കെന്ന് കൺവിൻസ് ആക്കുന്നു. വിൽ ഇപ്പോൾ എവിടെയാണെന്ന് അവൾ കാണിച്ചു കൊടുക്കുന്നത് ആ ഗെയിം ബോർഡ് വെച്ചിട്ടാണ്. അത് തലകീഴായി തിരിച്ചു വെച്ചിട്ട് ഒരു കരു വെച്ചിട്ട് അത് വില്ലാണെന്നും അവൻ പേടിച്ചു പതിരിക്കുകയാണെന്നും പറയുന്നു. എന്തിനാണ് അവൻ ഭയക്കുന്നതെന്നുള്ളതിൻ്റെ മറുപടിയായി ഗെയിമിലെ ഡെമോ ഗോർഗൻ എന്ന് വിളിക്കുന്ന മറ്റൊരു കരു എടുത്ത് വെക്കുന്നതിലൂടെ പിന്നെ അവരെല്ലാം ആ എക്സ്ട്രാ ഡൈമെൻഷണൽ മോൺസ്റ്ററിനെ ആ പേരിൽ വിളിക്കാൻ തുടങ്ങുന്നു, ഡെമോ ഗോർഗൻ. കാരണം പിള്ളേരെല്ലാം ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺ ഗെയിംസ് അഡിക്റ്റാണ്. വിൽ എവിടെയുണ്ടെന്ന് കാട്ടിത്തരാൻ പറയുന്നതിനെ തുടർന്ന് അവൾ ഇവരെ എത്തിക്കുന്നതോ വില്ലിൻ്റെ സ്വന്തം വീട്ടിലേക്കും. എലോൺ ഇവരെ അറിയിക്കാൻ ശ്രമിക്കുന്നത് വിൽ അവൻ്റെ വീട്ടിലുള്ള അതേ പോയിന്റിൽ മറ്റൊരു അപ്സൈഡ് ഡൗൺ ഡൈമെൻഷനിലായി കുടുങ്ങി കിടപ്പുണ്ടെന്നാണ്. ഇതൊരു മൈക്കിൻ്റെ ചേച്ചിയായ നാൻസി. അവൾ ബാർബ് എന്ന പേരുള്ള പെൺ സുഹൃത്തുമൊത്ത് ഒരു പാർട്ടിക്ക് പോകുന്നു. ഈ പാർട്ടി സംഘടിപ്പിക്കുന്നത് ഈ നാൻസിയുടെ ജലസായിട്ടുള്ള ബോയ് ഫ്രണ്ട് സ്റ്റീവാണ്. ഇവിടെ വെച്ച് നടക്കുന്ന ഒരു സംഭവം, ബാർബ് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വേളയിൽ ഈ ഡെമോഗോർഗൻ വന്നിട്ട് അവളെ ആക്രമിച്ച് ആദർ ഡൈമെൻഷനിലേക്ക് തട്ടിക്കൊണ്ടു പോകുന്നു. നാൻസി ഇതിൽ വളരെ ഡിപ്രസ്ഡായി ബാർബിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ജൊനാഥനുമൊത്ത്, നേരത്തെ പറഞ്ഞ കാണാതെ പോയ വില്ലിൻ്റെ ചേട്ടനില്ലേ. അതുവഴി അവരുമായി നാൻസി ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ ജോയ്സ് ഒടുവിൽ ആ ക്രിസ്മസ് ലൈറ്റ് ബോർഡ് വെച്ച് വില്ലുമായി കോൺടാക്റ്റ് ഉണ്ടാക്കുന്നതും വൈകാതെ ഡെമോഗോർഗൻ വീട്ടിലെ ഭിത്തിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഭീകര കാഴ്ച കാണാനിടയാവുന്നു. പോലീസ് ചീഫായ ഹോപ്പറും സംഘവും ഒരു കോറയിൽ നിന്നായി ഡെഡ് ബോഡി കണ്ടെടുക്കുമ്പോൾ അത് വില്ലാണെന്ന് എല്ലാവരും സംശയിക്കുന്നെങ്കിലും എലവൺ വില്ല് ഇപ്പോഴും ജീവനോടെ തന്നെ ഉള്ളതായി ഊന്നി പറയുന്നു.
മൈക്കിൻ്റെ വോക്കി ടോക്കി വഴി വില്ലുമായി സംസാരിക്കാൻ അവളൊരു സാഹചര്യം ഒരുക്കുമ്പോൾ ഗ്രൂപ്പിലെ മറ്റുള്ളവർ സ്കൂളിൽ കടന്ന് ഹാം റേഡിയോ വഴി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ശ്രമം നടക്കെ ഡെമോഗോർഗൻ്റെ പിടിയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ജോയ്സ് ഭിത്തിയുടെ വാൾപേപ്പർ കീട് കളയുന്നതും ആ അപ്സൈഡ് ഡൗൺ ഡയമെൻഷനിലുള്ള വില്ലിനെ അവ്യക്തമായി കാണുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നു. വില്ലിൻ്റെ പേടിയ സംസാരവും അവൻ്റെ കൂട്ടുകാർ കേൾക്കുന്നു. ആരോ പിടിക്കാൻ വരുന്നെന്നും വീട് പോലെ തന്നെയാണ് പക്ഷേ മൊത്തം ഇരുട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ക്വാറിയിൽ നിന്ന് ലഭിച്ച ശവത്തിന് എന്തോ ഒരു സംശയം തോന്നുന്ന ഹോപ്പർ ഇതൊരു ഫേക്ക് ഡെഡ് ബോഡിയാണെന്ന് കണ്ടെത്തി ഇതിൻ്റെ പിന്നിൽ ലാബിലെ സയൻറ്റിസ്റ്റ് മാർട്ടിനാണെന്ന് സസ്പെക്ട് ചെയ്ത് ലാബിലേക്ക് കടന്നേറി പരിശോധിക്കുന്ന വഴിക്ക് ആ പോർട്ടലിൻ്റെ അടുത്ത് വരെ എത്തുന്നതും പക്ഷേ ഗാർഡ്സ് അയാളെ അടിച്ചിടുന്നു. പിന്നെ ഹോപ്പർ എഴുന്നേൽക്കുന്നത് വീട്ടിലായി ഒരു സ്പൈ മൈക്രോഫോണും ഇയാളെ കണ്ടെത്തുന്നുണ്ട്. മൈക്കിൻ്റെ കുട്ടിയുടെ അന്വേഷണത്തിൽ ഇവരുടെ കയ്യിലുള്ള കോമ്പസ് അസ്വാഭാവികമായി റീഡയറക്ട് ചെയ്യുന്ന കണ്ട് ഇത് വില്ലിനടുത്തേക്കുള്ള ദിശയാണെന്ന് കരുതുന്നതിലും പക്ഷേ അതിൽ നിന്ന് എലവൻ ബോയ്സിനെ ഡെമോഗോർഗൻ്റെ പിടിയിൽ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. മുമ്പൊരിക്കൽ ഈ രാക്ഷസനെ നേരിടേണ്ടി വന്ന എലവന് അത് എത്രത്തോളം അപകടകരമാണെന്ന് അറിയുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്തത് സത്യത്തിൽ ചതിയാണെന്ന് ലൂക്കസ് അവളുമായി വഴക്കിടുന്നതും എലവനുമായി ഒരു പ്രത്യേക ഇഷ്ടമൊക്കെയുള്ള മൈക്ക് ഇടയ്ക്ക് കയറി ലൂക്കസുമായി അടിയുണ്ടാക്കുന്നത് അവിടെ ഒരു ഭിന്നത സൃഷ്ടിക്കുന്നു. എലവൻ അവളുടെ പവർ ഉപയോഗിച്ച് ലൂക്കസിനെ വീഴ്ത്തി പിണങ്ങി പോകുമ്പോൾ പോലീസ് ചീഫ് ഹോപ്പർ അയാളുടെ കണക്ഷൻസ് വെച്ച് ടൈറി ഐസ് എന്നൊരു സ്ത്രീയെ പോയി കാണുകയാണ്. ചലിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ഇവർ സത്യത്തിൽ എലവൻ്റെ അമ്മയാണ്. ടെറിയുടെ സിസ്റ്റർ ബെക്കി തൻ്റെ സഹോദരി MK അൾട്രാ പ്രോഗ്രാമിൻ്റെ ഭാഗമായതിനെക്കുറിച്ചും ടെറിയെ ആ സംഘം ഗർഭം അലസിപ്പോയെന്ന് പറഞ്ഞ് പറ്റിച്ചാണ് ജെയിൻ എന്ന ഈ എലവനെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയത്. ശേഷം ഈ ഹോപ്പറും ജോയ്സും എലവനെ മീറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നതിലൂടെ ഇവളാണ് ജെയിൻ എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. എലവനെ തിരക്കി നടക്കുന്ന മൈക്കും ഡസ്റ്റിനും രണ്ട് കുടിത്തം കെട്ടവന്മാരുടെ കയ്യിൽപ്പെട്ട് അവർ മൈക്കിന് ഒരു ക്ലിഫിന് മേളിൽ നിന്ന് ചാടാൻ ഭീഷണിപ്പെടുത്തി നിൽക്കെ എലവൻ അവിടെത്തി അതിലൊരുവൻ്റെ കൈയൊടിച്ച് ഫ്രണ്ട്സിനെ സേവ് ചെയ്യുന്നു. എന്നാൽ ആ ട്രെയിനിൽ അവൾ അവിഷയം വീഴുന്ന ആ സമയം തന്നെ ഡെമോഗോർഗൻ ഈ ഹോക്കിൻസ് ടൗണിൽ എത്താൻ ഇടയാക്കിയത് അറിയാതെയാണെങ്കിലും താനാണ് കാരണക്കാരി എന്ന് പറഞ്ഞ് പശ്ചാത്തപിക്കുന്നു. അവിടുന്ന് തിരികെ മൈക്കിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴി മോശം ആൾക്കാരായ ഗവൺമെൻറ് ഏജൻസ് എലവനെ ആക്രമിക്കാൻ നോക്കുന്നതിലും ടെലികൈനറ്റിക് എബിലിറ്റി വഴി രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു ജങ്ക്യാർഡിലെ ബസ്സിനുള്ളിലായി ഒളിവിൽ പോകേണ്ടി വരുന്നു. ജോയ്സ്, മകൻ ജൊനാഥൻ, അവൻ്റെ ഗേൾഫ്രണ്ട് നാൻസിയും ഹോപ്പറും കൂടി ഇവരെ വോക്കി ടോക്കി ഉപയോഗിച്ച് വിളിച്ച് കാര്യമറിഞ്ഞ് അങ്ങനെ ഹോപ്പർ വന്ന് ഇവരെല്ലാം വില്ലിൻ്റെ അമ്മ ജോയ്സ് ഉള്ള വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഈ അപ്സൈഡ് ഡൗൺ ഡയമെൻഷനിൽപ്പെട്ട് ബാർബിനെയും വില്ലിനെയും ഒന്ന് കണ്ടുപിടിക്കാൻ എലവനെ കൊണ്ടൊരു ശ്രമം നടത്തുന്നതിലും അവൾ ആ ഒരു ആവശ്യതയിൽ നിന്ന് തിരിച്ചെത്തിയിട്ടില്ല. അതുകൊണ്ട് ഒരു ഡിപ്രവേഷൻ ടാങ്കിൽ അവളെ കിടത്തി ഊർജ്ജസ്വലാക്കി അങ്ങനെ ചില പ്രോസസ്സിലൂടെ ഡയമെൻഷനിലേക്ക് ഇവളുടെ മറ്റൊരു വെർഷൻ എത്തുന്ന വഴി അറിയുന്ന ദൗർഭാഗ്യകരമായ കാര്യം ബാർബ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ വിൽ ജീവനോടെ ഉണ്ട്. ആ ഡയമെൻഷനുള്ള അവൻ്റെ വീടിന് പിന്നിലെ പറമ്പിലെ ഒരു കൊച്ചു ഷെഡിലായി, പക്ഷേ വീക്കാണ്. അങ്ങനെ ഹോപ്പർ ഒരിക്കൽ കണ്ട ആ പോർട്ടലുള്ള ലാബിലേക്ക് വീണ്ടും ജോയ്സുമായി എത്തുന്നതിലും സ്ഥിതിക്ക് മാറ്റമൊന്നുമില്ല. ഗാർഡ്സ് പിടികൂടുന്നു. സയൻറ്റിസ്റ്റ് മാർട്ടിനടുത്തേക്ക് എത്തിച്ച് അങ്ങനെ ഹോപ്പർ പറയുന്നൊരു ഡീൽ അവരെ പോർട്ടൽ വഴി വില്ലിനെ തേടാൻ സഹായിച്ചാൽ എലവൻ അവിടെയാണെന്നുള്ളത് പറയാമെന്ന്. അങ്ങനെ എലവൻ നിൽപ്പോൾ സ്കൂളിലേക്ക് മാർട്ടിനും സംഘവും എത്തുന്നതിലും അവൾ പവർ ഉപയോഗിച്ച് കുറേ പേരെ കൊല്ലുന്നു. എന്നാൽ അടുത്ത പ്രശ്നം ബ്ലഡ് ഡെമോഗോർഗനെ ആകർഷിക്കുന്ന ഒന്നാണ്. ആ മോൺസ്റ്റർ അവിടേക്ക് എത്തി മാർട്ടിൻ നേരെ ചാടി വീഴുന്നതൊക്കെ കാണിക്കുന്നതിലും അയാൾ മരിക്കുന്നില്ല. അത് പിന്നീടൊരു സമയം റിവീൽ ആവുന്നുണ്ട്. മറ്റുള്ള ഏജൻസിനെല്ലാം ഡെമോഗോർഗൻ കൊന്ന ശേഷം അത് പിള്ളേർക്കടുത്തേക്ക് എത്തുമ്പോൾ എലവൻ അവളുടെ സർവ്വശക്തിയും എടുത്ത് സ്ട്രെയിൻ ചെയ്ത് അതിനെ ചിന്ന ഭിന്നമാക്കുന്ന ഒരു വലിയ സിറ്റുവേഷൻ ഉണ്ടാവുന്നതിലും അതിലൂടെ അവൾ ആ അപ്സൈഡ് ഡൗൺ ഡയമെൻഷനിലേക്ക് അകപ്പെടുന്നു. ഇന്നേരം ഡീലിൻ്റെ ഫലമായി ഹോപ്പറോടൊപ്പം ചേർന്ന് ജെയിംസ് അവരുടെ മകൻ വില്ലിനെ ഡയമെൻഷനിൽ നിന്ന് കണ്ടെത്തി വലിയ കുഴപ്പം കൂടാതെ തിരിച്ചെത്തിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ സാധാരണ നിലയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ദേടെ വില്ലിൻ്റെ വായിന്ന് ഒരു കീടവും മാത്രമല്ല അപ്സൈഡ് ഡൗണിൻ്റെ ഹോണ്ടിങ് വിഷൻസ് വേറെയും. എലവൻ ഒരു തരത്തിൽ ആ ഡയമെൻഷനിൽ നിന്ന് പുറത്ത് കടക്കുന്നതിലും എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ. മൈക്കിൻ്റെ വീട് മൊത്തം എലവനെ തേടി ഗവൺമെൻറ് ഏജൻസ് വളയുന്ന സാഹചര്യം നിലനിൽക്കെ എന്തോ ഭാഗ്യത്തിന് ഹോപ്പറുടെ മുന്നിലേക്കാണ് ഇവിടെ എത്തുന്നത്. ഹോപ്പറിനാണെങ്കിൽ പെൺമക്കളോടൊരു പ്രത്യേക സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. കാരണം അയാളുടെ മകൾ കുട്ടിക്കാലത്ത് തന്നെ മാറാരോഗം ബാധിച്ച് മരിച്ചതാണ്. എലവന് ഇഷ്ടമെങ്കിൽ തൻ്റെ മുത്തച്ഛൻ്റെ ഹണ്ടിങ് ക്യാബിൽ താമസിക്കാമെന്നങ്ങനെ ഹോപ്പറിനോടൊപ്പം താമസിക്കുമ്പോൾ അയാളിലെ അച്ഛൻ വീണ്ടും ഉണരുവാണ്. കർക്കശമായ നിലപാടുണ്ടെങ്കിലും എലവനെ നല്ല രീതിക്ക് എൻ്റർടൈൻ ചെയ്യാൻ നോക്കുന്നതിലും വേറെ ആരുമില്ലാതെ അവൾക്കൊരു സുഖവുമില്ല. ഇവൾക്ക് മൈക്കുമായൊരു പ്രത്യേക ഇഷ്ടം ഇതിനോടകം തന്നെ തോന്നിയതാണ്. അങ്ങനെ അവനെ കാണാനൊരു ശ്രമം നടത്തുമ്പോൾ മാക്സ്, വേറൊരു പെൺകുട്ടി, അവളുമായി ഇവൻ ചെലവഴിക്കുന്ന കണ്ട് അവർ തമ്മിൽ റിലേഷനിലായിരിക്കുമെന്ന് കരുതി വിഷമിക്കുന്നു. ഹോപ്പർ എലവൻ്റെ ചരിത്രം അറിയാനൊരു ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി ഹോക്കിൻസ് ലാബിൻ്റെ പുതിയ ഹെഡ് ഡോക്ടർ ഒവൻസുമായി മീറ്റ് ചെയ്യുന്നുണ്ട്. അയാൾ സഹായിക്കാമെന്ന് പറയുന്നതിലും ഹോപ്പറിന് വലിയ തൃപ്തിയില്ല. സഹായത്തിൽ മാത്രമല്ല ആ ഡയമെൻഷണൽ പോർട്ടലിന് വേണ്ട വിധത്തിലുള്ള ഗൗരവം നൽകുന്നില്ല എന്നൊരു സംശയമുണ്ട്. അങ്ങനെ തോന്നാൻ കാരണം നാട്ടിലെ മത്തങ്ങ കൃഷിയൊക്കെ അസ്വാഭാവികമായി നശിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്. മറ്റു കുറച്ച് പുതിയ കഥാപാത്രങ്ങളെ നോക്കിയാൽ വില്ലിനെ കാണാതായ സംഭവമൊക്കെ ഉണ്ടായി ഒരു വർഷം കഴിഞ്ഞ് അവൻ്റെ അമ്മ ജോയ്സ് ബോബ് എന്നൊരു പുതിയ ആളുമായി ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മുന്നേ മൈക്കിനൊപ്പം കണ്ട മാക്സ് എന്ന പെൺകുട്ടി ബോയ്സ് സ്കൂളിലേക്ക് ന്യൂ അഡ്മിഷനെ എത്തുമ്പോൾ പിള്ളങ്ങൾക്ക് ഇത്തിരി ഇളക്കമൊക്കെ വരുന്നുണ്ട്, പ്രത്യേകിച്ച് ലൂക്കസിന്. ആൻഡ് ഒരു കോൺസ്പിറസി തിയറിസ്റ്റായ മുറൈ, അയാൾ എലവൻ ഒരു റഷ്യൻ സ്പൈ ആണെന്നുള്ള ചില റൂമറൊക്കെ പരത്തുന്നുണ്ട്. വില്ലിന് കുറേ വിഷൻസും സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന കാര്യം പറഞ്ഞില്ലേ,
ഇനിയും അവനത് മറയ്ക്കാൻ കഴിയാത്തത്ര ഗൗരവമുള്ളതാവുമ്പോൾ ജോയ്സ് ലാബിലെ ഡോക്ടർ ഓവൻസിൻ്റെ അടുത്തേക്ക് എത്തിച്ച് പരിശോധന നടത്തി ഇത് പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ എന്ന് വിധി എഴുതുന്നതിലും സംഭവം അതൊന്നുമല്ലെന്ന് ക്ലിയറാണ്. പുതിയ ഡേറ്റിംഗ് ആയ ബോബും വില്ലിനെ ബലപ്പെടുത്താൻ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഡസ്റ്റിൻ ട്രാഷ് ക്യാനിലെ ഒരു കൊച്ചു ജീവിയെ കാണുന്നത്. എന്തായാലും ഡെമോഗോർഗൻ ഒന്നും അല്ലെന്ന് പറഞ്ഞ് അവനതിനെ ഡാർട്ട് എന്ന പേരിട്ട് എടുക്കുന്നതിലും വില്ലിന് അതിൻ്റെ കരച്ചിൽ കേൾക്കുന്നതും ഇത് അപ്സൈഡ് ഡൗണിലുള്ള ക്രിയേച്ചറാണെന്ന് മനസ്സിലാവുന്നു. ബോബിൻ്റെ അഡ്വൈസ് മനസ്സിൽ വെച്ച് വിൽ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഷാഡോ ക്രിയേച്ചറിനെ നേരിടുമ്പോൾ എന്നാൽ അത് വില്ലിലേക്ക് പ്രവേശിക്കുകയാണ്. പുറത്ത് ഇറങ്ങി നടന്നതിന് എലവനോട് ഹോപ്പർ ചൂടാവുന്നതിൻ്റെ പ്രത്യാഘാതം അവളുടെ ദേഷ്യം മൂലം ക്യാബിലെ ജനാലയൊക്കെ പൊട്ടി അലങ്കോലമാവുന്നതിൽ അവിടെ വെച്ച് അവളുടെ അമ്മ ടെറിയുടെ വിവരങ്ങൾ ലഭിക്കുന്നത് വഴി പവർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിലും അത് ഫെയിലായി ഒടുവിൽ വീട്ടിലെത്തി ടെലിപ്പതിക്കലി സംസാരിക്കുന്ന വഴി മനസ്സിലാവുന്നത് സയൻറ്റിസ്റ്റ് മാർട്ടിൻ നടത്തിയ ഇലക്ട്രിക് ഷോക്ക് സെഷൻ മൂലമാണ് അവർ ചലിക്കാൻ കഴിയാത്ത അവസ്ഥയിലായത്. എലവനാകട്ടെ അവളെപ്പോലെ തന്നെ ലാബിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ വിഷൻ ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. നാൻസിയുടെ സുഹൃത്തായ ബാർബ്സ് മരിച്ചിട്ടില്ലെന്നും അവൾ ജീവിച്ചിരിപ്പുണ്ടെന്നും പാരൻസ് ഇപ്പോഴും വിശ്വസിക്കുമ്പോൾ നാൻസിയും ജോനാഥനും ഇത് വെച്ച് ഡോക്ടർ ഓവൻസിനെ പോയി കാണുമ്പോൾ അയാൾ ബാർബിൻ്റെ മരണം നടന്നു തന്നെയാണെന്ന് തീർച്ചപ്പെടുത്തുന്നു. പിന്നിലെ കാരണങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നൊക്കെ പറയുന്നത് പക്ഷേ നാൻസി അയാൾ അറിയാതെ റെക്കോർഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇത് കോൺസ്പിറസിസ്റ്റായ മുറയ്ക്ക് കൈമാറുന്നു. അയാളാകട്ടെ ഇതൊക്കെ കുറേ പത്രങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നു. ആ ഷാഡോ രൂപം പ്രാപിച്ചതിൽ പിന്നെ വില്ലിന് വീട് എപ്പോഴും നല്ല തണുപ്പൻ അന്തരീക്ഷമായി ഷാഡ്യം പിടിക്കുകയും ഒരുതരം ഒന്നും മനസ്സിലാവാത്ത കുറേ സ്കെച്ചൊക്കെ വരയ്ക്കാൻ തുടങ്ങുന്നു. ബോബ് ഇത് കണ്ടുപിടിക്കുന്നുണ്ട് വൈകാതെ, കാരണം അത് ഹോക്കിൻസ് ടൗണിലെ ഓരോ പ്രദേശങ്ങളുടെ ഓരോരോ മാപ്പ് പോയിന്റ്സ് ആണ്. ബോബ് അത് പോയിന്റ് ചെയ്ത് ഒരു മത്തൻ കൃഷി നടത്തുന്ന തോട്ടമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ഗുണമുള്ള കാര്യം ഹോപ്പർ ഇവിടേക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. വില്ലിൻ്റെ വിഷനിൽ അയാൾക്കെന്തോ പ്രശ്നം സംഭവിക്കുന്നതായി കുറച്ച് മുന്നേ തോന്നുകയും ചെയ്തിരുന്നു. നിലവിൽ ഹോപ്പർ ആ തോട്ടത്തിലെ ഒരു ടണലിലായി പെട്ടുകിടക്കുന്നതായി കാണുമ്പോൾ അതൊന്ന് നോക്കിയാൽ ഈ അപ്സൈഡ് ഡൗൺ പോലുള്ള ഒരു സ്ഥലവും ജോയ്സും ബോബും പിന്നെ വില്ലും മൈക്കും ചേർന്നിട്ട് ഹോപ്പറെ രക്ഷിക്കാനെത്തുന്നു. എന്നാൽ ലാബിൽ നിന്നൊരു ഗ്രൂപ്പെത്തി ആ ടണൽ എപ്പാടെ തീ പടർത്തുമ്പോൾ അത് വില്ലിൽ വല്ലാത്ത അസ്വസ്ഥതയും വേദനയും ഉണ്ടാക്കുന്നതിനെ തുടർന്ന് വീണ്ടും ഡോക്ടർ ഓവൻസിന് മുന്നിലേക്കും. അയാളെത്തുന്ന നിഗമനം അപ്സൈഡ് ഡൗണിലുള്ള ക്രിയേച്ചേഴ്സിൻ്റെ എല്ലാം മൈൻഡ് വില്ലുമായി കണക്റ്റഡ് ആണെന്ന്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കിയ ഡസ്റ്റിൻ പെറ്റാക്കാൻ നോക്കിയ ആ ജീവി അവൻ്റെ പൂച്ചയും തിന്നിട്ട് കടന്നു കളയുന്നു. സംഭവം അതൊരു കുഞ്ഞു ഡെമോഗോർഗൻ ആയിരുന്നു. അത് അപ്സൈഡ് ഡൗണിലെ മറ്റു കുഞ്ഞു ഗോർഗൻസുമൊത്ത് കൂട്ടം ചേരുമ്പോൾ വിൽ അവൻ്റെ ഹൈ മൈൻഡ് വെച്ച് മനസ്സിലാക്കി കുറേ ലാബ് ഏജൻസിനെ നശിപ്പിക്കാൻ അയക്കുന്നതിലും അവർ നശിക്കുന്നതല്ലാതെ വേറെന്ത് പ്രയോജനം. വില്ലിൻ്റെ മൈൻഡിലൂടെ ആ സ്വത്വങ്ങളിലേക്ക് ഓരോ ഇൻസ്ട്രക്ഷൻ ചെല്ലുന്നത് തടയാൻ അവനെ മയക്കുമ്പോൾ ഹോക്കിൻസിലെ പുകിലുകളിൽ നിന്നൊക്കെ മാറി എലവൻ എത്തുകയാണ് ഷിക്കാഗോ. വിഷനിൽ കണ്ട ആ പെൺകുട്ടി കാലി, നമ്പർ 8, ലാബിലെ മറ്റു എക്സ്പെരിമെൻ്റ് വസ്തു. മറ്റുള്ളവരുടെ മൈൻഡിൽ ഇല്യൂഷൻ സൃഷ്ടിക്കാൻ അവൾക്ക് കഴിയും. അവൾക്കൊരു ഗ്രൂപ്പുണ്ട്. അവർ ഈ ലാബിൻ്റെയും എക്സ്പെരിമെൻ്റെയും പിന്നിലുള്ള ഓരോരുത്തരെയായി കണ്ടുപിടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നവരാണ്. എലവൻ അവളുടെ അമ്മ ടെറിയിൽ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തിയ റെയ് എന്നൊരു ടെക്കിനെ കണ്ടുപിടിക്കാൻ ഇവരെ സഹായിച്ച ശേഷം ഒരു മേക്ക് ഓവറൊക്കെ നടത്തി അവനെ കണ്ടുപിടിച്ച് കൊല്ലുന്നതിന് തൊട്ടടുത്ത് വരെ എത്തുന്നതിലും 2 കാര്യങ്ങൾ അതിന് തടയാവുന്നു. അവൻ്റെ 2 കൊച്ചു പെൺമക്കൾ, പിന്നെ മാർട്ടിൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന അവൻ്റെ വെളിപ്പെടുത്തലും. അങ്ങനെ കാലിയും സംഘവും തിരിച്ച് ഒളിത്താവളത്തിലേക്ക് എത്തവേ എലവന് 2 ഓപ്ഷൻസ്. ഒന്നുകിൽ അവരുടെ കൂടെ ചേർന്ന് അനുഭവിച്ചതിനെതിരെ പോരാടാം, ഇല്ലെങ്കിൽ തിരികെ ഹോക്കിൻസിലേക്ക് പോയി ഒതുങ്ങിക്കൂടാ. കാലി എലവൻ്റെ മൈൻഡിലായി മാർട്ടിൻ്റെ ഒരു ഇല്യൂഷൻ വരെ ഉണ്ടാക്കുന്നുണ്ട് അവളെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൾ കാണുന്ന വിഷനിൽ ഹോക്കിൻസ് അപകടത്തിലാണെന്ന് മനസ്സിലാക്കി തിരികെ നാട്ടിലേക്ക് വെച്ച് പിടിക്കുന്നു. ഒരു ദൗർഭാഗ്യ സാഹചര്യത്തിൽ ജോയ്സിൻ്റെ മുന്നിൽ വെച്ച് കുഞ്ഞു ഡെമോഗോർഗൻസിനായി ബോബ് അങ്ങ് മരിക്കുന്നത് പക്ഷേ മറ്റുള്ളവരെ ലാബിൽ നിന്ന് രക്ഷിക്കുന്നതിൻ്റെ ഒരു ജീവത്യാഗമായി മാറുന്നു. അങ്ങനെ വില്ലിൻ്റെ വീട്ടിൽ എല്ലാവരും ബോബിന് വേണ്ടി പകരം ചോദിക്കണമെന്ന് നിൽക്കെ ഡസ്റ്റിൻ തിരിച്ചറിയുകയാണ് വില്ലിൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഷാഡോ ക്രിയേച്ചർ ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് ഗെയിമിലെ മൈൻഡ് ഫ്ലെയറിനെ പോലെയാണ്. അതായത് മൈൻഡ് ഫ്ലെയറിനെ കൊന്നാൽ കൂടെ വില്ലും മരിക്കും. ഇവിടെയാണ് എലവൻ്റെ റീ എൻട്രി. വീണ്ടും അപ്സൈഡ് ഡൗണിൽ ട്രാപ്ഡ് ആവുന്ന വിൽ സംഘത്തിനോടായി ലാബ് ബേസ്മെൻറ്റ് പോർട്ടൽ എത്രയും പെട്ടെന്ന് അടയ്ക്കണമെന്ന് സന്ദേശം നൽകുന്നു. കാരണം ജീവികളെല്ലാം ഒന്നിച്ചു കൂടുവാണ്. എലോൺ വീണ്ടും തിരിച്ചെത്തി അവരെ രക്ഷിക്കുന്നതിന് പിന്നാലെ അവർ പലരായി പിരിഞ്ഞ് ജോയ്സും ജൊനാഥനും നാൻസിയും ചേർന്ന് വില്ലിനെ ഹോപ്പറിൻ്റെ ക്യാബിനിൽ എത്തിച്ച് അന്തരീക്ഷം നല്ല രീതിക്ക് ചൂടുപിടിപ്പിച്ച് അവനിലുള്ള മൈൻഡ് ഫ്ലെയറിനെ പുറത്ത് ചാടിക്കുന്നു. എലവണാകട്ടെ ഹോപ്പറുമായി ലാബിലേക്ക് എത്തി ആ പോർട്ടൽ ശ്രമകരമായി ക്ലോസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ ആ ടണലിലെത്തി ഡെമോഗോർഗൻസിനെ തീയിട്ട് നശിപ്പിക്കുന്നു. അങ്ങനെ ഒരു ആശ്വാസ മൊമെന്റിലേക്ക് വീണ്ടും എത്തുമ്പോൾ ഹോപ്പർ ഓവൻസിൻ്റെ സഹായത്തോടെ എലവൻ്റെ പേരിൽ വ്യാജ ബർത്ത് സർട്ടിഫിക്കറ്റും ഡീറ്റെയിൽസും ഉണ്ടാക്കി അവളെയകം ദത്തെടുക്കുകയാണ്. അങ്ങനെ മാക്സിം ലൂക്കസും ലവേഴ്സ് ആവുന്നതോടൊപ്പം എലവൺ മൈക്കുമായി വീണ്ടും അടുക്കുന്നു. എന്നാൽ ആ മൈൻഡ് ഫ്ലെയർ ഇനിയും നശിക്കാതെ ഡൈമെൻഷനിലായി നിന്ന് ഇവരെ എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം കടന്നുപോയി 1985 എത്തുമ്പോൾ നാട്ടിലെ പുതിയ 2 ശ്രദ്ധാകേന്ദ്രങ്ങൾ, ഒന്ന് സ്റ്റാർകോട്ട് മാൾ, ഷോപ്പിങ്ങും പരിപാടിയൊക്കെ ആയിട്ടുള്ള ലോക്കൽ മാൾ. അവിടെ സ്റ്റീവ്, അറിഞ്ഞു മറന്നുവെങ്കിൽ നാൻസിയുടെ ജലസി ബോയ് ഫ്രണ്ട്. പിന്നീട് അവൾ ജൊനാഥനുമായിട്ട് അടുത്തപ്പോഴല്ലേ ബ്രേക്കപ്പ് ആയത്. അവനും മാളിലെ ഒരു ഐസ്ക്രീം ഷോപ്പിലായി ജോലി ചെയ്യുമ്പോൾ കൂടി ഒരു പുതിയ ക്യാരക്ടർ റോബിൻ അവളുമായി നല്ല ചങ്ങാത്തത്തിലാവുന്നു. രണ്ടാമത്തെ സ്ഥലം ഒരു പബ്ലിക് സ്വിമ്മിംഗ് പൂളും. മാക്സിൻ്റെ സ്റ്റെപ്പ് ബ്രദർ വിരളി പിടിച്ച ബില്ലി ലൈഫ് ഗാർഡായി ജോലി ചെയ്യുന്ന സ്ഥലം.
ഇവനൊരു രാത്രി നടന്നു പോകെ അടുത്തുള്ള മില്ലിലേക്ക് എന്തോ ഒന്ന് വലിച്ചെടുത്തുകൊണ്ട് പോയി അവിടെയുള്ള എലികളെല്ലാം കൂടി ഒരു വലിയ വികൃത ജീവിയെ ട്രാൻസ്ഫോം ആവുന്നു. അതിൻ്റെ കൺട്രോളായി ബില്ലി മറ്റൊരു ലൈഫ് ഗാർഡായ ഹെദറിനെ തട്ടിക്കൊണ്ടുവന്ന് ആ ജീവിക്ക് നൽകുകയാണ്, ഒരു യജമാനൻ എന്ന പോലെ. ഡസ്റ്റിൻ ഒരു സയൻസ് ക്യാമ്പ് കഴിഞ്ഞ് തിരികെ എത്തുന്നത് ഒരു പ്രത്യേകതരം ഹാമർ റേഡിയോ ടവർ ഉണ്ടാക്കുന്ന ഐഡിയയുമായിട്ടാണ്. പിന്നെ പുതിയ ഗേൾഫ്രണ്ടും സൂസി. നാട്ടിലൊന്നുമുള്ളതല്ല, പക്ഷേ ഒരു കാമിക്കുണ്ടെന്ന് പറയുന്നതിലും ലൂക്കസ് ഉൾപ്പെടെ ആരും വിശ്വസിക്കുന്നില്ല. സൂസി സത്യമാണെന്ന് തെളിയിക്കാൻ ടവർ ഉപയോഗിക്കുന്നതിനിടെ ഡസ്റ്റിൻ റഷ്യൻസിൻ്റെ ഒരു എൻകോഡഡ് ട്രാൻസ്മിഷനുമായിട്ട് കണക്റ്റ് ആവുന്നു. ആ മെസ്സേജുമായി ഐസ്ക്രീം ഷോപ്പിലെ സ്റ്റീവിനടുത്ത് ചെല്ലുന്നതിലും അവിടെ റോബിൻ ഒരു ഹെൽപ്പ് ആവുന്നത് അവൾക്കിത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റീവ് കണ്ടെത്തുന്ന ഒരു പ്രധാന കാര്യം ആ ട്രാൻസ്മിഷനിൽ കേൾക്കുന്ന മ്യൂസിക് സ്റ്റാർകോഡ് മാളിലേതാണ്. ചിലപ്പോൾ മാളിലേക്കുള്ള ഇറക്കുമതി കയറ്റുമതിയെ ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സന്ദേശമായിരിക്കും ഇവർ ഊഹിക്കുന്നതിലും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് രാത്രി ലൂക്കസിൻ്റെ പെങ്ങൾ എറിക്കയുമൊത്ത് നടക്കുന്നത് എന്താണെന്ന് ഒളിഞ്ഞു നിന്ന് കാണുന്നു. റഷ്യൻ പട്ടാളക്കാർ കുറേ ചരക്ക് കൊണ്ടുവന്ന് ഈ മാളിൻ്റെ അണ്ടർഗ്രൗണ്ടിലായി ഒരു കൊച്ചു സീക്രട്ട് ലാബുണ്ട്. അവിടെ റഷ്യൻസ് ഒരു പുതിയ അപ്സൈഡ് ഡൗൺ പോർട്ടൽ തുറക്കാനുള്ള വൻ ശ്രമത്തിലാണ്. അങ്ങനെ ഒരു വലിയ അപകടകരമായ സത്യം ഇവിടെ റിവീൽ ആവുകയാണ്. എലവനും മൈക്കും ഡേറ്റിംഗ് ആയി നടത്തിക്കൂടുന്ന കാര്യങ്ങളൊന്നും ഹോപ്പറിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അയാൾ മൈക്കിനെ ഭീഷണിപ്പെടുത്തുന്നു. പാവൻ ചെക്കൻ ഇതോടെ എലവനുമായി കൂടാൻ പേടിച്ച് ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് അകന്നു നിൽക്കാൻ തുടങ്ങുന്നത് അവൾക്ക് ദേഷ്യം ഉണ്ടാക്കുന്നതിലും അതവൾക്ക് പുതിയൊരു ബന്ധം സ്ഥാപിക്കുന്നത് മാക്സുമായിട്ടാണ്. ലൂക്കസിൻ്റെ ഗേൾഫ്രണ്ടില്ലേ ആ കുട്ടി. ഇരുവരും ഉപദേശം വഴി നല്ല ചങ്ങാതിമാരായി അങ്ങനെ ഒരു നേരത്ത് മാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ലൂക്കസിനും വില്ലിനൊപ്പം മൈക്കിനെ കാണുന്നതോടെ അവനൊരു കുരുവുമില്ലെന്ന് മനസ്സിലാക്കി വിഷയമായി എലവൻ ബ്രേക്കപ്പ് ആവുന്നു. ഇതിൻ്റെ ക്ഷീണം മാറ്റാൻ ബോയ്സ് ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് ഗെയിം കളിക്കുന്നതിലും കാമുകന്മാരുടെ ഫോക്കസ് ഗേൾസിലേക്ക് തന്നെ. വിൽ ഗെയിമിൽ ഫോക്കസ് ചെയ്യാൻ ദേഷ്യപ്പെടുന്നതിനെ തുടർന്ന് അവിടെ ഒരു തർക്കമായി ആ ദേഷ്യത്തിൽ വിൽ അവൻ്റെ വീട്ടിന് പിന്നിലുള്ള ആ കൊച്ചു കോട്ട തകർക്കുന്നു. ചെറുതുങ്ങൾക്കിടെ മാത്രമല്ല വലുതിലുമുണ്ട് പ്രശ്നങ്ങൾ. ഹോപ്പർ ജോയ്സിനെ ഡേറ്റിങ്ങിന് വിളിക്കുന്നതിലും അവരുടെ ശ്രദ്ധ വീട്ടിൽ പുതുതായി ഉണ്ടാകുന്ന ഒരു അസ്വാഭാവികതയിലാണ്. ഫ്രിഡ്ജിലൊക്കെ ഒട്ടിച്ചു വയ്ക്കുന്ന മാഗ്നറ്റ് ഉൾപ്പെടെ ഇലക്ട്രോ മാഗ്നറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നിനും ഇപ്പോൾ പവറില്ല. എന്ത് പറ്റിയെന്നൊരു പിടിയുമില്ല. ഇതേപ്പറ്റി ചർച്ച ചെയ്തവർ എത്തുന്നത് ഇപ്പോൾ പ്രവർത്തനരഹിതമായി കിടപ്പുള്ള ഹോക്കിൻസ് ലാബിലേക്കും. അവിടെ വെച്ച് ഹോപ്പറിന് നേരെ ഒരു റഷ്യൻ സോൾജർ കടന്ന ആക്രമണം നടത്തുന്നു. എലവൻ്റെ പവർ ഉപയോഗിച്ച് മാക്സുമായി ചേർന്ന് അവിടെ ചെക്കന്മാരെ നിരീക്ഷിക്കുന്നതൊക്കെ കാണുമ്പോൾ ഈ സൈക്കിക് എബിലിറ്റി വെച്ച് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് അറിയുന്നതിൻ്റെ കൂടെ ഇവൾ മറ്റൊരാളെ കൂടി ഒന്ന് നോക്കിക്കാണുവാണ്. ബില്ലി സ്വിമ്മിംഗ് പൂൾ ലൈഫ് ഗാർഡ് പ്ലസ് മില്ലിലേക്ക് വലിച്ചിട്ട് എലിക്കൂട്ടങ്ങൾ വലിയ ജീവിയെ മാറി അതിനെ സേവിക്കാൻ തുടങ്ങിയത് കണ്ടിരുന്നില്ലേ അവൻ. പക്ഷേ എങ്ങനെയോ താൻ നിരീക്ഷിക്കുന്നത് ബില്ലിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന ആശ്ചര്യത്തോടെ എലവൻ അറിയുന്നതോടൊപ്പം മൈൻഡ് ഫ്ലെയർ നശിച്ചിട്ടില്ലെന്നും വീണ്ടും അത് പ്രശ്നമാവുകയാണെന്നുള്ള പല സൂചനകളും കിട്ടുന്നു. ഇതിനിടെ നാൻസിയും ജോനാഥനും പല നാട്ടുകാരും സ്ട്രേഞ്ചിലി കൃഷിക്ക് ഉപയോഗിക്കുന്ന വളങ്ങളൊക്കെ കഴിക്കുന്നത് മനസ്സിലാക്കി ഒരു അന്വേഷണം നടത്തുകയാണ്. മുന്നേ എലികളും ഇതേപോലെ വളം നല്ല തോതിൽ കരണ്ട് തിന്നാൻ തുടങ്ങിയിരുന്നു. കൂട്ടുകാർക്കിടയിൽ പഴയ ഐക്യത ഇല്ലേലും ബിൽ അവൻ്റെ മനസ്സിൽ വരുന്ന എന്തൊക്കെയോ പ്രസൻസിനെ കുറിച്ച് അറിയിക്കുമ്പോൾ ബില്ലി തിരക്കിലാണ്. മൈൻഡ് ഫ്ലെയർ പടയൊരുക്കത്തിനായി കുറേ പേരെ പിടിച്ച് അവനെപ്പോലെ കൺട്രോളാക്കുമ്പോൾ ഇടയിൽ ഈ വെറ്റകളിൽ രണ്ടുപേരുമൊത്ത് നമ്മുടെ ജോനാഥനും നാൻസിക്കും പോരടിക്കേണ്ടി വരുന്നുണ്ട്. സ്വയരക്ഷയ്ക്ക് അവരെ കൊല്ലുമ്പോഴാകട്ടെ ഒരുമിച്ച് ചേർന്നൊരു ഭീകര ജീവിയെ മാറുന്നു. ഇലോൺ അവളുടെ പവർ ഉപയോഗിച്ച് അതിനെ മില്ലിലേക്ക് തിരിച്ചയച്ച് റിലീഫ് ആക്കുന്നതിലും അവളാണ് ഈ മൈൻഡ് ഫ്ലെയറിൻ്റെ ടാർഗറ്റ് എന്നറിയുകയാണ്. സൈക്കിക് എബിലിറ്റി വെച്ച് ബില്ലിയെ കണ്ട് സംസാരിക്കുന്നതിലൂടെ പോർട്ടൽ അടച്ചതിൻ്റെ പ്രതികാരമെന്നോണം എലവനെ കൊല്ലാനാണ് മൈൻഡ് ഫ്ലെയർ ഒരുങ്ങുന്നതെന്ന് അറിയുന്നു. അവനിലൂടെ തന്നെ അവളുടെ ലൊക്കേഷനായ ഹോപ്പറിൻ്റെ ക്യാബിൻ കണ്ടെത്തി മൈൻഡ് ഫ്ലെയറിൻ്റെ പ്രഭാവത്തിൽ മനുഷ്യരെല്ലാം ഒരു ഭയാനകമായ ജീവിയെ മാറി അറ്റാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. സംഘം അതിനെ ഒരു തരത്തിൽ തടുത്തു നിർത്തി എലവൻ ഒടുവിൽ തുരത്തി ഓടിക്കുന്നതിലും ആ മോൺസ്റ്ററിൻ്റെ ഒരംശം അവളുടെ കാലിനുള്ളിലായി കയറി പറ്റുന്നു. മുൻപ് ലാബിൽ വെച്ച് ആക്രമണം നടത്തിയവനെ ഹോപ്പർ മേയറിൻ്റെ ഓഫീസിൽ വെച്ച് കണ്ടുമുട്ടി നേരിടുന്നതിലൂടെ വെളിവാകുന്നത് സ്റ്റാർകോർട്ട് മാൾ എന്നത് സത്യത്തിൽ ഹോക്കിൻസിലുള്ള ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങൾ വിലയ്ക്ക് മേടിക്കാനുള്ള ഒരു മറയാണ്. അങ്ങനെ ജോയ്സുമൊത്ത് നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനിൽ ഒരു റഷ്യൻ സയൻറ്റിസ്റ്റിനെ ഇവർ പിടികൂടി മുറയുടെ സഹായത്തോടെ ചോദ്യം ചെയ്യുമ്പോഴോ അപ്സൈഡ് ഡൗൺ പോർട്ടൽ ഓപ്പൺ ചെയ്യാനുള്ള ഉദ്ദേശം ഇവരും അറിയുന്നു. മാളിനുള്ള ലാബ് കണ്ടെത്തി ആരും കാണാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ട് സ്റ്റീവിനും റോബിനും എറിക്കയ്ക്കുമൊപ്പം ഒളിച്ചിരിക്കുന്ന ഡസ്റ്റിൻ വോക്കി ടോക്കി വഴി സീക്രട്ട് ലാബിൻ്റെ കാര്യം മൈക്കിനെ അറിയിക്കുന്നു. ഹോപ്പറിൻ്റെ ടീമും പല റഷ്യൻ സോൾജേഴ്സിനെയും കൈകാര്യം ചെയ്ത് മാളിൻ്റെ പിന്നിലെ ഉദ്ദേശം അറിയുന്നതോടെ പ്രശ്നം അതിനുള്ളിലാണെന്ന് എല്ലാവരും അങ്ങനെ അറിഞ്ഞിരിക്കുകയാണ്. എലവൺ അവളുടെ കാലിൽ കയറിയ മൈൻഡ് ഫ്ലെയറിൻ്റെ അംശത്തെ അവളുടെ മാക്സിമം പവർ യൂസ് ചെയ്ത് നീക്കം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകതമായി സ്വന്തം പവറും ഇല്ലാതാവുന്നു. പിന്നങ്ങോട്ട് സ്റ്റാർകോർട്ട് മാളിലായി വൺ പോരാട്ടം. ബില്ലി മൈൻഡ് ഫ്ലെയറിൻ്റെ അധീനതയിലുള്ള ഭീകരജീവിയുമായി ഒരു പ്രശ്നാന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ ഫയർവേഴ്സ് ഉപയോഗിച്ച് ഡിഫെൻഡ് ചെയ്ത് ഒരു നിമിഷത്തിൽ എലവൺ ബില്ലിയെ ആ പ്രഭാവത്തിൽ നിന്ന് പുറത്തു നടത്തി നോർമലാക്കുന്നു. ചെയ്ത തെറ്റ് മനസ്സിലാക്കി അവൻ മറ്റുള്ളവരെ രക്ഷിക്കാനായി സ്വന്തം ജീവൻ ആ മൈൻഡ് ഫ്ലെയറിന് മുന്നിൽ എറിഞ്ഞു കൊടുത്തങ്ങനെ ഹോപ്പർ ആ പോർട്ടൽ കണ്ടെത്തി അടുക്കാനുള്ള ശ്രമത്തിനിടെ സോൾജേഴ്സിൻ്റെ ആക്രമണമുണ്ടായി ഒടുവിൽ ആ പോർട്ടൽ ക്ലോസ് ചെയ്യുമ്പോൾ പക്ഷെ അയാളും അതിനോടൊത്തില്ലാതാവുന്നു. എല്ലാം കഴിഞ്ഞെത്തുന്ന ഓവൻസും മിലിറ്ററിയും അത് കവറപ്പ് ചെയ്യുമ്പോൾ മൈക്കും എലവനും അവരുടെ സ്നേഹം ഏറ്റുപറഞ്ഞ ശേഷം അവൾ ജോയ്സിനും മക്കൾക്കുമൊപ്പം കാലിഫോർണിയയിലേക്ക് പോകുന്നു. മാളിലെ പോരാട്ടത്തിന് 8 മാസം കഴിഞ്ഞ് മൈക്കും ഡസ്റ്റിനും എറീക്കയും ഒരു ക്ലബിലേക്ക് ചേരുവാണ്. എഡ്ഡി എന്നൊരു കിർക്കൻ്റെ ഹെൽ ഫയർ ക്ലബ്.
ലൂക്കസ് ആകട്ടെ പുതിയ സുഹൃത്തുക്കളും ബാസ്കറ്റ്ബോളുമൊക്കെ മറ്റൊരു ചുറ്റുപാടിലേക്ക് എത്തുന്നു. മാക്സ് അവനുമായി ബ്രേക്കപ്പായി. മാത്രമല്ല സഹോദരൻ ബില്ലിയുടെ മരണത്തിൻ്റെ നിരാശ അവളിൽ നിന്ന് വിട്ടു മാറിയിട്ടുമില്ല. ഹെൽഫെയർ ക്ലബ് ലീഡറായ എഡ്ഡിക്ക് ഡ്രഗ് ഡീലിംഗ് ഒക്കെ ഉണ്ട്. അതിനുവേണ്ടിയിട്ട് ഒരു ഏജൻറ്റായി ചീർ ലീഡറായ ക്രിസിയെ അവൻ വശത്താക്കുന്നുണ്ട്. ക്രിസി അത്യാവശ്യം പോപ്പുലറായ ഒരാളാണ്. അവളുടെ കാര്യം നോക്കിയാൽ ഫാമിലി അബ്യൂസിൻ്റെ ഇരയാണ്. റൊമാൻറ്റിക്കായി അവൾക്ക് ചില വിഷൻസ് ഉണ്ടാകുന്നതായി കാണാം. പണ്ട് ഹെൻറി കൊല നടത്തിയ ആ വീടിൻ്റെയും ഒരു വലിയ ക്ലോക്കിൻ്റെയും ചിലന്തിയുടെ രൂപത്തിൻ്റെയും ഒക്കെ. ഒരു സാഹചര്യത്തിൽ എഡ്ഡി പുറത്തു പോകുന്ന സമയം അവിടെയുള്ള ക്രിസിയെ ഒരു ട്രാൻസ് അവസ്ഥയിലാക്കി മോൺസ്റ്ററായ വെക്ന പ്രത്യക്ഷപ്പെട്ട് അവളെ കൊല്ലുന്നു. വെക്ന ഓർമ്മയുണ്ടല്ലോ, തുടക്കത്തിൽ 11 ലാബിൽ വെച്ച് മറ്റൊരു ഡയമെൻഷനിലേക്ക് തള്ളിവിട്ട് മോൺസ്റ്ററായി മാറിയ ഹെൻറി. ക്രിസിയെ കൊല്ലുന്ന ആ പോയിന്റ് അപ്സൈഡ് ഡൗണിലേക്കുള്ള ഒരു കൊച്ചു പോർട്ടലായി മാറുന്നുണ്ട്. ജെയ്സൺ ക്രിസിയുടെ ബോയ്ഫ്രണ്ടും ബാസ്കറ്റ്ബോൾ ടീം ക്യാപ്റ്റനും. അവൻ സംശയിക്കുന്നത് എഡ്ഡിയും ക്ലബിലുള്ളവരും സൈറ്റനിസ്റ്റുകളാണെന്നും അവർ റിച്വൽ നടത്തി ക്രിസിയെ എന്തോ ചെയ്തതുമാണെന്നാണ്. ടീമിലുള്ള ലൂക്കസും ആദ്യം ഇത് വിശ്വസിച്ചിറങ്ങി തിരിക്കുന്നതിലും പിന്നീട് ആ വിചാരം തെറ്റാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഹോപ്പർ മരിച്ചിട്ടില്ല. ആ പൊട്ടിത്തെറിയിൽ നിന്ന് അതിജീവിച്ചാലും അയാൾ റഷ്യൻസിൻ്റെ തടവിലാണ്. ഹോപ്പർ ജീവിച്ചിരിക്കുന്ന ഒരു സന്ദേശം ജോയ്സിന് ലഭിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണേലും ഉടനെ അടുത്ത ആക്ഷനിലേക്ക് കടക്കുന്നത് ആ സന്ദേശത്തിലുള്ള ഫോൺ നമ്പർ വെച്ചാണ്. അവർ കോൺസ്പിറസിസ്റ്റായ മുറയുമായി കൂടി ആ നമ്പറിൽ വിളിക്കുമ്പോൾ ഹോപ്പറിനെ സഹായിക്കുന്നത് ജയിലിലെ ഒരു ഗാർഡാണ്. അലാസ്കയിലുള്ള ഒരാൾക്ക് $40,000 കൊടുത്ത് ഹോപ്പറെ രക്ഷിച്ചെടുക്കാനുള്ള വഴി അയാൾ നിർദ്ദേശിച്ചങ്ങനെ ഇരുവരും ഈ പറഞ്ഞ യൂറി എന്ന ആൾക്കടുത്തേക്ക് എത്തുന്നതിലും പ്രശ്നം റഷ്യനായ യൂറി ഒരു എക്സ്ട്രീം രാജ്യസ്നേഹിയാണ്. അവനിവരെ ഡ്രഗ് കുത്തിവെച്ച് മയക്കി റഷ്യൻസിനെ കൈമാറാൻ സജ്ജമാക്കുന്നു. ഇതുമൂലം ഹോപ്പറിനെ സഹായിക്കാൻ ശ്രമിച്ച ഗാർഡും അയാളോടൊപ്പം തന്നെ ജയിലിലായി അവസാനിക്കുമ്പോൾ ജെയിൻ ഹോപ്പർ എന്ന പേരിൽ 11 കാലിഫോർണിയയിലെ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയാലും അവളെ വേട്ടയാടുന്ന കുറച്ച് കുട്ടികളുണ്ട്. നിലവിൽ പവർ നഷ്ടപ്പെട്ട അവൾ ഒരു സാഹചര്യത്തിൽ കൺട്രോൾ വിട്ട് ഒരാളെ ആക്രമിക്കുന്നതോടെ പോലീസ് വീട്ടിലേക്ക് എത്തുകയാണ് അറസ്റ്റ് വാറണ്ടുമായി. ഡോക്ടർ ഓവൻസ് ഇപ്പോൾ നെവഡ എന്ന സ്ഥലത്ത് താമസിക്കുന്ന പുള്ളിക്കടുത്തേക്ക് ഒരു ആർമി കേണൽ വരുന്നത് ക്രിസിയുടെ മരണത്തിന് എലവൺ എന്തോ ഒരു പങ്കുണ്ടെന്ന സന്ദേഹവുമായിട്ടാണ്. പക്ഷേ ഓവൻസ് വിശ്വസിക്കുന്നില്ല അവളാണ് ക്രിസിയെ കൊന്നതെന്ന്. എന്നാൽ ഇതിലെന്തോ റോങ് ഉള്ളതായി അവളിലൂടെ അറിയാൻ കഴിഞ്ഞേക്കും. അങ്ങനെ ഓവൻസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന എലവന് മുന്നിലേക്കെത്തി അവളെ കൈക്കലാക്കി എത്തുന്നത് ഒരു സീക്രട്ട് മിസൈൽ ഫെസിലിറ്റിയിലേക്കാണ്. ഇയാൾക്ക് എലവനെ ഒരു സ്പെഷ്യൽ ഐസൊലേഷൻ ടാങ്കിലേക്ക് സെറ്റാക്കേണ്ടതുണ്ട്. പ്രോജക്റ്റ് നീന എന്ന പേരിട്ടുള്ള ആ ടാങ്കിൽ കിടത്തി നടത്തുന്ന പ്രോസസ്സിൽ അവൾക്ക് പവർ തിരിച്ചു വരുന്നതോടൊപ്പം തന്നെ മുമ്പുണ്ടായ ചില എൻകൗണ്ടേഴ്സൊക്കെ ഓർമ്മ വരികയാണ്, ഹെൻറിയുമായി നടന്ന നേരിടലൊക്കെ. ഒടുവിൽ അവിടെ മാർട്ടിനെ ഇവൾക്ക് വീണ്ടും കണ്ടുമുട്ടുന്നതോടെ ഓവൻസ് അയാളുമൊത്ത് ചേർന്ന് നടത്തുന്നതാണ് ഈ നീന പ്രോജക്റ്റ് എന്ന് മനസ്സിലാക്കുന്നു. അവളവിടെ പെട്ടുപോകുമ്പോൾ കാലിഫോർണിയയിലേക്ക് എത്തിയ മൈക്ക് എലവനെ കണ്ടുപിടിക്കാൻ ജൊനാഥനും വില്ലും പിന്നെ പുതിയ സുഹൃത്ത് ആർഗയിലും ഒത്തൊരു ശ്രമം നടത്തുന്നു. പേനയ്ക്കുള്ളിൽ ഹിഡൻ മെസ്സേജും സീക്രട്ട് ഫോൺ നമ്പേഴ്സും കോഡുകളുമൊക്കെയുള്ള ഈ ദൗത്യത്തിന് ഡസ്റ്റിൻ്റെ ഗേൾഫ്രണ്ട് സൂസിയും ഒരു ഹെൽപ്പാവുമ്പോൾ ഹോക്കിൻസിൽ ഇതിനിടയ്ക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സിലുള്ള രണ്ടുപേരെ കൂടി മോൺസ്റ്ററായ വെക്കിന ട്രാപ്പിലാക്കി കൊല്ലുന്നതോടെ മാക്സ് ഇതിനെക്കുറിച്ച് അറിയാൻ ഇറങ്ങിത്തിരിക്കുന്നു. നോക്കുമ്പോൾ അവളും ഇതേപോലെ വെക്കിനയ്ക്ക് പറ്റിയരികയാണ്. PTSD ബാധിച്ച് നടക്കുന്നവളല്ലേ. കൂടാതെ ഹെൻറിയുടെ വീടും ക്ലോക്കും ചിലന്തിയുമൊക്കെ അവളെയും ഹോൺ ചെയ്യുന്നതോടെ മരണം അടുത്തു തന്നെ കാണുമെന്ന തോന്നൽ അവൾ കൂട്ടുകാർക്കെല്ലാം ഓരോ കത്തെഴുതി കൊടുത്ത് ശേഷം സഹോദരൻ്റെ കല്ലറയ്ക്ക് മുന്നിലായി ഒരു എഴുത്ത് വായിച്ചിരിക്കെ വെഗ്ന അവളെ ട്രാപ്പാക്കുന്നു. എന്നാൽ ആ ട്രാപ്പിൽ നിന്ന് അത്ഭുതകരമായി നാൻസിയുടെയും റോബിൻ്റെയും കണ്ടെത്തലുകളും അതുവഴി സ്റ്റീവിനും ഡസ്റ്റിനും ലൂക്കസിനും കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് അവളുടെ ചെവിയിലായി ഹെഡ്ഫോൺ ഘടിപ്പിച്ച് വാക്ക്മാനിൽ അവളുടെ ഫേവറേറ്റ് സോങ് കേൾപ്പിക്കുന്നു. കാരണം വെഗ്നയുടെ കൺട്രോൾ ബ്രേക്ക് ചെയ്യാൻ മ്യൂസിക്കിന് കഴിയുമെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. എന്തായാലും അതിലൂടെ വെഗ്നയുടെ പിടിയിൽ നിന്ന് മാക്സ് രക്ഷപ്പെടുന്നതിലും ആ മോൺസ്റ്റർ എന്തായാലും അവളെ വിട്ടുകളയാൻ തയ്യാറല്ല. നമ്മുടെ ജോയ്സിനെയും മുറയെയും റഷ്യയ്ക്ക് കൈമാറാൻ പോകുന്ന വഴി യൂറി കീഴ്പ്പെടുത്തി ഒരു പ്ലെയിൻ ക്രാഷും സർവൈവ് ചെയ്ത് മുറൈ ഈ യൂറി എന്ന പേരിൽ ആൾമാറാട്ടം നടത്തുന്നു ഹോപ്പറുള്ള ജയിലിലേക്ക് എത്തിപ്പറ്റാനായി. ഇവർ ഒടുവിൽ ഹോപ്പറിനെ കാണുന്നതോ ആ ജയിലിലെ ഒരു ചേമ്പറിലായി ഒരു ഡെമോഗോർഗനെ നേരിടുന്നതും. ഒരു കൂട്ടം ജയിൽ പുള്ളികൾക്ക് നല്ലൊരു ലാസ്റ്റ് സപ്പർ കൊടുത്ത് ഡെമോഗോർഗൻ്റെ ഇരയാക്കി വിടുന്ന പരിപാടി ഈ റഷ്യൻസിനുണ്ട്. എന്നാൽ ഹോപ്പറിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അതിനെ ചെറുത്ത് നിൽക്കുന്നതിനൊടുവിൽ മുറയും ജോയ്സും കൺട്രോൾ റൂമിലെത്തി ആ ചേമ്പറിൻ്റെ ഡോർ തുറക്കുന്ന വഴി ഹോപ്പറും അയാളെ സഹായിക്കാൻ ശ്രമിച്ച ഗാർഡും രക്ഷപ്പെടുന്നു. തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്യുന്നതിലും നാട്ടിലെ വെക്ന എന്ന മോൺസ്റ്ററിൻ്റെ ഭീതി അറിഞ്ഞ് ഹോപ്പർ ഇവനെയും കൂട്ടി ആ പ്രിസണിലെത്തി മാക്സിമം ഡെമോഗോർഗൻ ക്രിയേച്ചേഴ്സിനെ കണ്ടെത്തി വകവരുത്തുന്നു. ഇതവരുടെ ഹൈവ് മൈൻഡ് വീക്കാക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ. ക്രിസിയുടെ മരണത്തോടെ ഒളിയിൽ പോയ എഡ്ഡിയെ തിരക്കി നടക്കവേ ഡസ്റ്റിൻ കോമ്പസിൻ്റെ ചഞ്ചലത കണ്ട് ഈ അടുത്ത് എവിടെയോ അപ്സൈഡ് ഡൗൺ ഗേറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഒടുവിൽ ആ ഗേറ്റും എഡ്ഡിയെയും ചെക്കൻ സംഘവും കണ്ടെത്തുകയാണ്. ഈ ഗ്രൂപ്പ് വീണ്ടും സ്പ്ലിറ്റ് ആവേണ്ടി വരുന്നത് സ്റ്റീവിനെ ആ ഗേറ്റിലേക്ക് താനെ വലിച്ചുകൊണ്ടുപോകുന്നത് കണ്ട്. കുറച്ചുപേർ അവൻ്റെ പിറകെ പോകുമ്പോൾ ബാക്കിയുള്ളവർ ഒരു പദ്ധതി മെനയുന്നു. വെഗ്ന ഓരോ ആൾക്കാരെയും കൊല്ലുന്നിടത്ത് അപ്സൈഡ് ഡൗണുമായിട്ടുള്ള ഒരു പോർട്ടൽ രൂപപ്പെടും. ഇത് മനസ്സിലാക്കി മുന്നേ തുടക്കത്തിൽ ക്രിസിയെ കൊന്ന എഡ്ഡിയുടെ വാഹനത്തിൽ ഇവർ ചെന്നങ്ങനെ അപ്സൈഡ് ഡൗണിലുള്ളവരും തിരികെ എത്തി ഒന്നിക്കുമ്പോൾ പക്ഷേ നാൻസി വെഗ്നയുടെ ട്രാപ്പിലായി പോകുന്നു. കുറച്ചു നേരത്തേക്കാണെങ്കിലും അതിലൂടെ താൻ ഹെൻറിയാണെന്ന് വെഗ്ന വെളിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഹോക്കിൻസ് മൊത്തത്തിൽ അപ്സൈഡ് ഡൗണിൻ്റെ അധീനതയിലാവുന്ന ഒരു വിഷനും അവളെ കാട്ടുന്നു.
ഇത് 11 അറിയാനുള്ളൊരു മെസ്സേജാണ്. വെഗ്ന ഓൾറെഡി 3 പേരെ കൊന്നിട്ടുണ്ട്. ഒരാളെ കൂടി കൊന്നാൽ ആ കണ്ട വിഷൻ സത്യമാകുമെന്ന് അനുമാനിക്കുമ്പോൾ ആ 4ാമത്തെ ആൾ നിർഭാഗ്യവശാൽ മാക്സ് ആണ്. 11 ആ മിസൈൽ ഫെസിലിറ്റിയിൽ നിന്നുകൊണ്ട് വെഗ്നയുടെ ഉദ്ദേശത്തെയും ഹോക്കിൻസിൻ്റെ അവസ്ഥയുമെല്ലാം മനസ്സിലാക്കി ഡോക്ടർ മാർക്കിൻ്റെ പിടിയിലാകപ്പെടുമ്പോൾ മുന്നേ ഓവൻസിനെ പോയി കണ്ട ആ കേണൽ സംഘവും 11നെ പിടിക്കാനായി ആ സ്ഥലത്തേക്ക് കണ്ടെത്തിയെത്തുന്നു. അവിടെ നടക്കുന്ന വെടിവയ്പ്പിൽ നിന്ന് 11 പവർ ഉപയോഗിച്ച് രക്ഷപ്പെടുമ്പോൾ തൂങ്ങി പിടിച്ച മാർട്ടിനും ആൾക്കൊപ്പം എസ്കേപ്പ് ആവുന്നു. ഒരു മരുഭൂമിയിൽ എത്തി നിൽക്കെ ഹെലികോപ്റ്ററിൽ ഈ 2 പേരെയും കൊല്ലാൻ ഉത്തരവിടുന്നതിനെ തുടർന്ന് മാർട്ടിനെ സ്നൈപ്പർ ഉപയോഗിച്ച് വെടിവയ്ക്കുന്നതിലും 11 വൈകാതെ ആ ഹെലികോപ്റ്റർ ക്രാഷ് ചെയ്യിക്കുന്നു. മരിച്ചുകൊണ്ടിരിക്കെ മാർട്ടിൻ ഈ ചെയ്തതെല്ലാം 11ൻ്റെ നല്ലതിനു വേണ്ടിയാണെന്ന് പറയുന്നതിലും അവൾക്ക് പുല്ലുവില. അങ്ങനെ അവിടേക്ക് എത്തിക്കൊണ്ടിരുന്ന മൈക്കും സംഘവും ഇതെല്ലാം വിറ്റ്നസ് ചെയ്ത് ഒടുവിൽ ഹോക്കിൻസിലുള്ളവരെ സഹായിക്കാൻ നെവഡയിൽ തന്നെ ഒരു ഡിപ്രവേഷൻ ടാങ്ക് സെറ്റാക്കി 11നെ അതിൽ കിടത്തി വെഗ്നയ്ക്കെതിരെയുള്ള പോരാട്ടം നടത്താൻ തുടങ്ങുകയാണ്. സ്റ്റീവും നാൻസിയും റോബിനും വെഗ്നയെ തളർത്തി കൊല്ലാനുള്ള പദ്ധതിയുമായി അപ്സ് ആൻഡ് ഡൗണിലേക്ക് എത്തുമ്പോൾ ഡസ്റ്റിനു വേണ്ടിയും അവിടെ ഒരു മ്യൂസിക്കൽ ഷോ തന്നെ നടത്തി ശല്യങ്ങളായ കുറേ ഡെമോ ബാറ്റ്സ് വവ്വാലുകളെ തുരത്തുന്നു. ഇതിനിടെ എഡ്ഡി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മാക്സ്, ലൂക്കസും എറീക്കയ്ക്കുമൊത്ത് എത്തുന്നത് ആ ഡയമെൻഷനിലെ ഹെൻറിയുടെ വീട്ടിലേക്കാണ്. കാരണം വെഗ്ന മാക്സിനെ തേടി വരുമെന്ന് അവർക്കറിയാം. അങ്ങനെ പ്ലാൻ വിചാരിച്ച പോലെ നടക്കുമ്പോൾ ജെയ്സൺ, കൊല്ലപ്പെട്ട ക്രിസിയുടെ ബോയ് ഫ്രണ്ട്, ഇതിനിടയിൽ കയറിയിട്ട് മാക്സിനെ അവർ കൊലയ്ക്ക് കൊടുക്കാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞ് ലൂക്കസുമായിട്ടുള്ള അടിപിടി ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം മാക്സിൻ്റെ പാട്ട് കേൾക്കുന്ന വാക്ക്മാൻ തകർന്നു പോകുന്നു. അങ്ങനെ 11 മാക്സിൻ്റെ മേലുള്ള വെഗ്നയുടെ കൺട്രോൾ മുറിക്കാൻ ശ്രമിക്കുന്നതിലും വാക്ക്മാൻ തകർന്നതോടെ ആ മോൺസ്റ്റർ മാക്സിനെ കൊല്ലുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. പിന്നാലെ വെഗ്ന അവശനാവുന്നതും നാൻസിയും റോബിനും ചുട്ടരിച്ചും വെടിവെച്ചും ആ മോൺസ്റ്ററെ നിഗ്രഹം ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. 11 പവർ ഉപയോഗിച്ച് മാക്സിനുള്ളിൽ വീണ്ടും ജീവൻ്റെ തുടിപ്പ് വരുത്തുന്നതിലും മാക്സ് കുറച്ചു നേരം മരിച്ചു കിടന്ന മൂലം അവിടെ വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നു. 4ാമത്തെ ഗേറ്റ് കൂടി ഓപ്പൺ ആയതോടെ ഹെൻറിയുടെ ആ വീട് പിളർക്കാൻ തുടങ്ങുന്നു. റിയൽ വേൾഡ് ഹോക്കിൻസിലും അതിൻ്റെ പ്രഭാവം കണ്ടു തുടങ്ങുമ്പോൾ ഈ ക്രാക്കുണ്ടാവുന്നതിനിടയിൽ പെട്ട് ജോയ്സണും മരിച്ചു വീഴുകയാണ്. 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഹോക്കിൻസിൽ ഉണ്ടായിട്ടുള്ളത് ഭൂചലനമാണെന്ന വിശദീകരണം ഉണ്ടെങ്കിലും ജനങ്ങൾ പരിഭ്രാന്തരായി പലരും നാടുവിട്ടു പോകാൻ തുടങ്ങുന്നു. അങ്ങനെ ഓരോരുത്തർ പോകുമ്പോൾ ഇവിടേക്ക് തിരിച്ചെത്തുന്ന ചിലർ 11, വിൽ, മൈക്ക്, ജൊനാഥൻ, പിന്നെ ആർഗൈൽ എന്നിവർ പഴയ കൂട്ടുകാരുമായി വീണ്ടും ഒത്തുചേരുമ്പോൾ മാക്സിൻ്റെ കാര്യം, അവൾ ജീവനോടെ ഉണ്ടെങ്കിലും കോമാ സ്റ്റേജിലാണ്. ഗുരുതര പരിക്കുമുണ്ട്. കുറ്റബോധവും പേറി ലൂക്കസും അടുത്തു തന്നെ ഉണ്ട്. വൈകാതെ ഹോപ്പറും തിരിച്ചെത്തുമ്പോഴുള്ള മറ്റൊരു ഇമോഷണൽ റീയൂണിയനും. വെഗ്ന മരിച്ചിട്ടില്ലെന്ന് വിൽ സെൻസ് ചെയ്യുമ്പോൾ വൈകാതെ തന്നെ ഹോക്കിൻസ് പൊടിപടലങ്ങളാൽ മൂടപ്പെടുന്നു. വെഗ്നയ്ക്ക് ആഗമിക്കാനുള്ള ആ ഡയമെൻഷണൽ പോർട്ടൽ അവിടെ പുകഞ്ഞു തുടങ്ങുമ്പോൾ ഇനിയുള്ള കലാശക്കൊട്ടുകൾ കാണാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. സ്ട്രേഞ്ചർ തിങ്സിൻ്റെ പുതിയ സീസൺ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കണ്ടാസ്വദിക്കൂ സുഹൃത്തുക്കളെ. സി യു ആൻഡ് ശുഭമസ്തു.